ഹായ് ഹലോ വെൽക്കം ടു എജുബി. എൻ്റെ പേര് ശ്രീജിത്ത്. അപ്പോൾ എങ്ങനെ ഒരു ബാങ്ക് എക്സാമിൽ റീസണിങ് നമുക്ക് ക്രാക്ക് ചെയ്യാമെന്നതിൻ്റെ ഒരു 5 ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് എന്താണ് ഓരോ കാര്യം ഒന്ന് നോക്കാം. എടാ, നിങ്ങളിപ്പോൾ അറിഞ്ഞു കാണുമല്ലോ നമ്മുടെ IBPS POയുടെ എക്സാം വന്ന കാര്യം ആണ്. എന്തായാലും നമുക്കൊരു 2 വീക്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. എങ്ങനെ പഠിക്കണം, അതാണ് നമുക്ക് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എങ്ങനെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ IBPS PO ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കാം. അതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം നിങ്ങൾ അറിയേണ്ടത് ഈ ഒരു സിലബസിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം. കാരണം നമുക്ക് 3 ടോപ്പിക്കാണ് നമ്മുടെ പ്രിലിംസിലുള്ള. ഏതൊക്കെയുണ്ട്? നമ്മുടെ റീസണിങ് ഉണ്ട്, അതുപോലെ മാത്സ് ഉണ്ട്, കോണ്ട് ഉണ്ട്, അതേപോലെ ലാസ്റ്റ് ഏതാ നമ്മുടെ ഇംഗ്ലീഷ് ഉണ്ട്. ഓക്കെ, ഇതുപോലെ 3 ടോപ്പിക്ക് മാത്രമാണ് നിങ്ങൾക്ക് എന്തിലുള്ളേ, നമ്മുടെ ബാങ്ക് എക്സാം പഠിക്കാനായിട്ട് നിങ്ങൾക്കുള്ളേ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗമാണ് നമ്മുടെ റീസണിങ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ. റീസണിങ്. ഓക്കെ, അപ്പോൾ ഈ റീസണിങ്ങിൽ വരുമ്പോൾ നമുക്ക് ഏതൊക്കെ ചോദ്യം അറ്റൻഡ് ചെയ്യാം, ഏതൊക്കെ ചോദ്യം അറ്റൻഡ് ചെയ്യണ്ട എന്ന കാര്യത്തെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമുക്കിനി എന്തായാലും ഒരു മോർ ദാൻ ഒരു 2 വീക്സ് മാത്രമേ നമുക്ക് എന്തുള്ളൂ, ടൈം ഉള്ളൂ. അപ്പോൾ ഈ ഒരു 2 വീക്സ് കൊണ്ട് നമ്മൾക്ക് എങ്ങനെ റീസണിങ്ങിൽ നമുക്കൊരു ഗുഡ് അറ്റൻഡ് നടത്താം എന്നാണ് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ റീസണിങ്ങിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും എളുപ്പമായിട്ടും വരുന്ന 2 ടോപ്പിക് എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് സിലോജിസം ആണ്. സിലോജിസം. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തായിട്ട് വരുന്ന ഒരു ഭാഗമുണ്ട് ഇനിക്വാളിറ്റി. ഇനിക്വാളിറ്റി. 2 ടോപ്പിക്, സിലോജിസം, ഇനിക്വാളിറ്റി. സിലോജിസം സാധാരണ നിങ്ങൾക്ക് 3 to 5 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതേപോലെ തന്നെ ഇനിക്വാളിറ്റിയും 3 to 5 ക്വസ്റ്റ്യൻസ് ചോദിക്കും. പക്ഷെ ഈ 2 പേരും ഒരുമിച്ച് കാണുമോ? ഇല്ല, അതിലേതെങ്കിലും ഒരാൾ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സെക്ഷൻ എന്ന് പറയുന്ന റീസണിങ് ആണ് ആദ്യം വരുന്നത്. നമ്മൾ തിരയേണ്ടത് ആരെയായിരിക്കണം? നമ്മളുടെ ആദ്യത്തെ സെർച്ചിങ് എന്ന് പറയുന്ന സിലോജിസം അല്ലെങ്കിൽ ഇനിക്വാളിറ്റി ആയിരിക്കണം. കാരണം വളരെ സിമ്പിളായിട്ട് 1 മിനിറ്റ് കൊണ്ട് 3 ചോദ്യവും 5 ചോദ്യവും ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് ഏതാ? സിലോജിസം, ഇനിക്വാളിറ്റി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കണം? എപ്പോഴും ഒന്നെങ്കിൽ സിലോജിസം അല്ലെങ്കിൽ ഇനിക്വാളിറ്റി. നമ്മൾ ചോദ്യം നമ്മുടെ അറ്റ് ദ ടൈം ഓഫ് എക്സാം നമ്മൾ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവനത് എന്ത് ചെയ്യുക, ഒന്ന് സെർച്ച് ചെയ്യുക. സിലോജിസം എവിടെയാണ്? നമ്മൾ ഒരു 5 ചോദ്യം വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് അടിച്ചു നോക്കുക, ഒന്ന് മാറ്റി. ചിലപ്പോൾ നമ്മുടെ സിലോജിസം കിടക്കുന്ന 30ാമത്തെ ചോദ്യത്തിലായിരിക്കും, അല്ലെ? അപ്പോൾ നമ്മൾ നോക്കുക, 5 ചോദ്യം വെച്ച് നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എവിടെയാണോ നമ്മുടെ സിലോജിസം വരുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ നമ്മുടെ ഇനിക്വാളിറ്റി വരുന്നത്, അവനെ നമ്മൾ ആദ്യം അറ്റൻഡ് ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഈസ് ദ ബെസ്റ്റ് അറ്റംപ്റ്റ് എന്നാണ് പറയുന്നത്, അല്ല? നമ്മൾ ആദ്യം തുടങ്ങുന്നത് നമ്മൾ എപ്പോഴും നമ്മൾ എന്തായിട്ട് തുടങ്ങണം? നമ്മൾ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം. അങ്ങനെ ഉള്ളതിൽ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്നതിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ 2 ടോപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം എത്ര മാർക്ക് കിട്ടും? 3 മാർക്ക്. 1 മിനിറ്റ് കൊണ്ട് 3 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. 3 to 5 ക്വസ്റ്റ്യൻസ്. ചിലപ്പോൾ PO ലെവൽ എക്സാം ആകുമ്പോൾ നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യനെ ചോദിക്കുള്ളൂ. ക്ലർക്ക് ലെവലിൽ 5 ചോദ്യവും PO ലെവലിൽ 3 ചോദ്യവും. അപ്പോൾ ഇവൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഡയറക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ടും പെട്ടെന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഡയറക്ഷൻ ടെസ്റ്റ്. കാരണം ഇത് എക്സാം പാടായാലും എക്സാം ഈസി ആയാലും ഇവൻ ഒരിക്കലും പാടാവാൻ പോകുന്നില്ല. എക്സാം എത്ര പാടാണെങ്കിലും വിചാരിച്ചോട്ടെ, എത്ര എളുപ്പമാണെങ്കിലും ഡയറക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഈസി തന്നെയായിരിക്കും. വടക്കോട്ട് പോവുക, തെക്കോട്ട് പോവുക, കിഴക്കോട്ട് പോവുക, പടിഞ്ഞാറോട്ട് പോവുക, നിങ്ങൾക്കറിയാം, ഒരു കുഴപ്പമില്ല, എങ്ങോട്ട് വേണമെങ്കിലും പോവാം. നമ്മൾ പോകുന്നത് പോലെ നമ്മൾ സഞ്ചരിക്കുന്നു. വലത്തോട്ട് പോകുന്നെങ്കിൽ വലത്തോട്ട് പോവുക, ഇടത്തോട്ട് പോകുന്നെങ്കിൽ ഇടത്തോട്ട് പോവുക. നമ്മൾ എങ്ങനെയാണോ പോകുന്നത് അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 4 മാർക്ക് 4 to 5 ക്വസ്റ്റ്യൻസ് എന്തിൽ നിന്ന് കാണും? ഡയറക്ഷൻ ടെസ്റ്റിൽ നിന്ന് ഉറപ്പായിട്ടും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അവന് നമ്മൾ 2ാമത്തെ അറ്റംപ്റ്റ് ആയിട്ട്, നമ്മുടെ ബെസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് ആരെ കൊടുക്കുക? ഡയറക്ഷൻ കൊടുക്കുക. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 3 മാർക്ക്. ഓക്കെ, 3 to 3 മൊത്തം എത്രയായി? 6 മാർക്സ് ആയി. അതിനുശേഷം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു റീസണിങ്ങിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയാം, അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് നമ്മുടെ പസിൽ. പസിൽ ഉണ്ടോ, നിങ്ങൾ എന്തായി? നിങ്ങൾ പ്രിലിംസ് വിജയിച്ചു. പസിൽസ് നിങ്ങൾക്ക് കിട്ടിയോ, നിങ്ങൾ എന്തായി? പ്രിലിംസ് നിങ്ങൾ ഓക്കെയാണ്. പിന്നെ ഒന്നും പേടിക്കണ്ട, നിങ്ങൾക്ക് മിനിമം 4 to 5 പസിൽസ് ഉണ്ടാകും. മിനിമം 4 to 5 പസിൽസ്. ഒരു പസിലിൽ നിന്ന് 5 മാർക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 4 പസിൽസിൽ നിന്ന് 20 മാർക്കോളം, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഭാഗം, ഏറ്റവും കൂടുതൽ ഒരു ബാങ്ക് എക്സാമിനെ സംബന്ധിച്ച് പസിൽസ് ആണ് അതിന്റെ ഒരു റീസണിങ്ങിന്റെ ഒരു ഉയരെന്ന് പറയുന്നത്. ആരാ? ഒരു സോൾ എന്ന് പറയുന്നത് നമുക്ക് പറയാം. എന്ത് പറയാം? പസിൽസ് എന്ന് പറയാം.
നിങ്ങൾക്ക് പസിൽസ് കിട്ടിയോ, നിങ്ങൾ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. അതിലും ഓരോരുത്തർക്കും ഓരോന്ന് ബെസ്റ്റ് ആയിരിക്കും. ചിലർക്ക് ഫ്ലോർ പസിൽ ആയിരിക്കും ഇഷ്ടം, ഫ്ലോറിൽ അല്ലെ 1 2 3 4 എന്ന് പറഞ്ഞ് കുറെ ഫ്ലോറിലായിട്ട് ഇങ്ങനെ കുറെ ആൾക്കാർ അറേഞ്ച് ചെയ്യുന്നു. ചിലർക്ക് അതായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, അവനെ ആദ്യം അറ്റൻഡ് ചെയ്യുക. ചിലർക്ക് ലീനിയർ അറേഞ്ച്മെന്റ് ആയിരിക്കും ഇഷ്ടം. കുറെ ആൾക്കാർ ലീനിയറിൽ ഇരിക്കുന്നു, നോർത്തിലോട്ട് നോക്കിയിരിക്കുന്നു, സൗത്തിലോട്ട് നോക്കിയിരിക്കുന്നു. ചിലർക്ക് അതായിരിക്കും അവരുടെ സ്ട്രോങ്. എന്താണോ നിങ്ങളുടെ സ്ട്രോങ് എന്ന് കണ്ടുപിടിക്കുക, അവനെ ആദ്യം അറ്റംപ്റ്റ് ചെയ്യുക. പക്ഷേ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പസിൽസ് ചെയ്തിരിക്കണം. അത് ഫ്ലോർ പസിലുണ്ട്, ലീനിയർ അറേഞ്ച്മെന്റ് ഉണ്ട്, കലണ്ടർ ബേസ്ഡ് പസിലുണ്ട്. കലണ്ടർ ബേസ്ഡ് പസിൽ ചിലപ്പോൾ ഇയർ ബേസ് ചെയ്തിട്ടായിരിക്കും, ചിലപ്പോൾ മന്ത് ബേസ് ചെയ്തിട്ടായിരിക്കും, ചിലപ്പോൾ ഡേയ്സ് ബേസ് ചെയ്തിട്ടായിരിക്കും. കലണ്ടർ ബേസ്ഡ് പസിൽസ് ഉണ്ട്. സർക്കുലാർ അറേഞ്ച്മെന്റ് ഉണ്ട്. സർക്കുലാർ അറേഞ്ച്മെന്റ് 8 ആൾക്കാരിരിക്കാം, 9 ആൾക്കാരിരിക്കാം. ചിലപ്പോൾ അവർ രണ്ടുപേരും എല്ലാവരും അകത്തോട്ടിരിക്കാം, എല്ലാവരും പുറത്തോട്ടിരിക്കാം. പല രീതിയിലും വരും. ഓക്കെ, പക്ഷെ ചെയ്യുന്ന എല്ലാം നമ്മൾ ഒരേ മെത്തേഡിലാണ് എല്ലാവരെയും ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ഒരു പസിൽ നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കി ഒരു 10 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് അതിൽ 5 ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും. ഷുവർ. 2 minutes and 10 seconds കൊണ്ട് നിങ്ങൾക്ക് ടോട്ടൽ എത്ര ചോദ്യം, 5 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനായിട്ട് പറ്റി. അങ്ങനത്തെ ചോദ്യങ്ങളാണ് നമ്മുടെ പസിൽസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 4 തൊട്ട് 5 വരെ പസിൽസ് കാണും. അങ്ങനെയാണെങ്കിൽ 20 മാർക്സോളം നിങ്ങൾക്കുള്ള എവിടെയാ, പസിൽസ് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ ഒരു 10 മിനിറ്റ്സ് കൊണ്ട് തന്നെ മിനിമം 20 മാർക്കോളം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഭാഗമാണ് ആരാ, പസിൽസ്. മതി. ഈ ഒരു 2 ആഴ്ച കാലയളവിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട എന്തായിരിക്കണം, പസിൽസ് തന്നെ ആയിരിക്കണം. ഞാൻ ഈ പറയുന്ന 3 ടോപ്പിക് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പസിലാണ്. പക്ഷേ അവൻ ആദ്യം കയറി അറ്റൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ റിസ്ക് ആയിരിക്കും. കാരണം നമ്മൾ അത്രയ്ക്ക് സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ അവൻ ആദ്യം കയറി അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾ എപ്പോഴും തുടങ്ങേണ്ടത് എന്തിൽ തന്നെ ആയിരിക്കണം, തുടങ്ങേണ്ടത് ഇനിക്വാളിറ്റി ഉണ്ടെങ്കിൽ അതിൽ, സിലോജിസം ഉണ്ടെങ്കിൽ അതിൽ. കാരണം അവനാണുള്ള ഏറ്റവും എളുപ്പവും ഏറ്റവും പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ നമ്മുടെ ഡയറക്ഷൻ ടെസ്റ്റ് ഉണ്ടെങ്കിൽ അവനെയും നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ചെയ്തു തുടങ്ങാം. അതേപോലെ തന്നെ കോഡിംഗ് ഡീകോഡിംഗ് ഈസി ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ കോഡിംഗ് ഡീകോഡിംഗ്. ഒറ്റ ചോദ്യത്തിൽ നിന്ന് 3 മാർക്കിനുള്ള ചോദ്യം ഉണ്ടാവും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ എൻ്റെ സ്ട്രോങ് എന്താണെന്ന് കണ്ടുപിടിക്കുക. സ്ട്രോങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്തിലോട്ട് പോകാവൂ, ബാക്കിയുള്ള ഭാഗത്തിലേക്ക് പോകാവൂ. പക്ഷേ നമ്മൾ സ്ട്രോങ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വരേണ്ടത് എവിടെയാ, എൻ്റെ പസിൽസിലേക്കാണ്. പസിൽസ് എങ്ങനെ പോയാലും നിങ്ങൾ ചെയ്തിരിക്കണം. മിനിമം 3 പസിൽസ് ചെയ്തേ പറ്റൂ. 3 പസിൽസ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് 15 മാർക്കോളമായി. ബാക്കി എല്ലാം കൂടെ ചേർത്ത് ഒരു 20+ അല്ലെങ്കിൽ ഒരു 25+ സ്കോർ വന്നു കഴിഞ്ഞോ, നിങ്ങൾ എന്തായി, സേഫായി, നിങ്ങൾ സേഫ് സോണിലായി. ഒരു PO ലെവൽ, ഞാനിപ്പോൾ പറയുന്ന IBPS PO ലെവലിലാണ്. PO ലെവലാണോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു 25+ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളൂ. നിങ്ങൾക്ക് എന്തായി, നിങ്ങൾ പ്രിലിംസിൽ ഓക്കെ ആയി.